ഹലോ ഓൾ. നമ്മളിന്ന് സെക്കൻഡറി മാർക്കറ്റിൻ്റെ എടുത്തു നിർത്തിയ പോർഷനിൽ ഉള്ള ബാക്കിയുള്ള ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ ഓവർ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന പോർഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. റിക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്. അതിൽ റിക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ഫങ്ഷൻസ് എന്താണെന്നും പിന്നെ സർവീസസും പ്രൊസീജിയറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് ഗ്രാൻഡ് ഓഫ് റിക്കഗ്നൈസേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അതിൻ്റെ റിക്കഗ്നൈസേഷൻ എപ്പോഴാണ് എങ്ങനെയാണ് ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഗ്രാൻഡ് ചെയ്യുന്ന അതോറിറ്റി അല്ലെങ്കിൽ ആ റിക്കഗ്നൈസേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫില്ല് ചെയ്തതിന് ശേഷം കറക്റ്റ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിക്കഗ്നൈസേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കുന്നുണ്ടാവുക. ഇനി റിന്യൂവൽ, ഇതുപോലത്തെ റിക്കഗ്നൈസേഷൻ കിട്ടി, അംഗീകാരം കിട്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവാനുള്ള അതിൻ്റെ റിന്യൂവൽ ഇപ്പോൾ ഒരു പരിധി ഒരു ഇത്ര കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും അത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് അപ്രൂവ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ വെക്കണം. നമ്മുടെ എക്സിസ്റ്റിംഗ് റിക്കഗ്നൈസേഷൻ്റെ എക്സ്പയറി ഡേറ്റിന് മുൻപ് 3 മാസം മുൻപ് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തത് വിഡ്രോവൽ ഓഫ് ദ റിക്കഗ്നൈസേഷൻ ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റിക്കഗ്നൈസേഷൻ വിഡ്രോ ചെയ്യാനായിട്ടുള്ള റൈറ്റും കൂടി ഉണ്ട്. മോറോവർ അങ്ങനെ ചെയ്യുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓഫ് ട്രേഡിനും അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റിക്കഗ്നൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് എടുത്തു കളയുന്നത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് പറയുന്നത്. ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ മെമ്പർ ഓൺഡ് ഓർഗനൈസേഷനെ ഷെയർ ഹോൾഡർ ഓൺഡ് കമ്പനി ആയിട്ട് മാറ്റുകയാണ്. മെമ്പർ ഓൺഡ് ഓർഗനൈസേഷൻസിനെ ഷെയർ ഹോൾഡർ ഓൺഡ് കമ്പനി ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡീമ്യൂച്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This company could either be listed on a stock exchange or closely held by its shareholders. അപ്പോൾ ഡീമ്യൂച്വലൈസേഷൻ ചെയ്ത കമ്പനി ഒന്നില്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ക്ലോസ്ലി ഹെൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് എന്ന കമ്പനി ആ രൂപമാക്കിയിട്ട് മാറ്റാവുന്നതും കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടേം ഇസ് അപ്ലൈഡ് മോർ ടു ഇൻഷുറൻസ് കമ്പനീസ്. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനേക്കാളും കൂടുതൽ ഡീമ്യൂച്വലൈസേഷൻ എന്ന ടേം യോജിക്കുന്നത് ഇൻഷുറൻസ് കമ്പനീസിനാണ്. അപ്പോൾ ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ഇങ്ങനെ എന്താ പറയുക ഡീമ്യൂച്വലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻഷുറൻസ് കമ്പനീസാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫോർ that matter over world are non-profit and mutual or cooperative organizations. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. ലോകം മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിലും നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള മ്യൂച്വലി കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 3 ഫങ്ഷൻസ് ഉണ്ട്. മ്യൂച്വൽ സ്റ്റോക്ക്, അതായത് സിംഗിൾ ഗ്രൂപ്പിനെ മ്യൂച്വൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ആ 3 ഫങ്ഷൻസ് ആണ് ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ്, ട്രേഡിംഗ്. ഇനി ഇൻ സിമ്പിൾ ടേംസ് ദ ബ്രോക്കേഴ്സ് ഹു ട്രേഡ് ഓൺ ദം കളക്റ്റീവ്ലി ഓൺ ആൻഡ് റൺ ദം. അപ്പോൾ ആരാണോ ബ്രോക്കേഴ്സായിട്ട് ട്രേഡ് ചെയ്യുന്നത് അവരായിരിക്കും അത് ഓൺ ചെയ്യുന്നുണ്ടാവാന്നാണ് പറയുന്നത്. Since the objective of a stock exchange and those of the brokers trading on them are different, the vesting of ownership and managerial rights with brokers can often lead to conflict of interest. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രേഡ് ബ്രോക്കിംഗ് ആണ്. പക്ഷെ ഓണർഷിപ്പും ഈ ബ്രോക്കിങ്ങും ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ in the majority of cases, it is the interest of brokers that is preserved over the interest of wider investing public. അപ്പോൾ മോറോവർ എല്ലാ കേസിലും നമ്മൾ കാണുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നതിനേക്കാളും പബ്ലിക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ബ്രോക്കേഴ്സിനാണ്. ശരിക്കും അത് തെറ്റായൊരു നടപടിയാണ്.
അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്നുള്ളൊരു കാര്യം വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഇനി demutualization is increasingly being suggested as a measure to check this as it leads to the separation of the ownership and trading rights of the brokers. അപ്പോൾ ഡീമ്യൂച്വലൈസേഷന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പിനെയും ട്രേഡിംഗ് റൈറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓണർഷിപ്പും ട്രേഡിംഗ് റൈറ്റ് ഓഫ് ബ്രോക്കേഴ്സും സെപ്പറേറ്റഡ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഡീമ്യൂച്വലൈസേഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് which member-owned organization becomes shareholder-owned company and also separate the ownership and trading rights of the brokers. ബ്രോക്കേഴ്സിൻ്റെ ഓണർഷിപ്പും അപ്പോൾ തന്നെ ട്രേഡിംഗ് റൈറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഡീമ്യൂച്വലൈസേഷൻ. Through demutualization, a company exchange becomes a corporate entity with its stock exchange becomes a corporate entity with its own objectives. അപ്പോൾ ഡീമ്യൂച്വലൈസേഷൻ വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തായിട്ട് മാറാണ്? ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറാണ്, കമ്പനി ആയിട്ട് മാറാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനി ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീമ്യൂച്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Moreover, it transforms from a non-profit organization. It becomes a profit-making company like any other corporate entity. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ അത് ഒരു പുകമറയായിരുന്നു എന്താണ് ഡീമ്യൂച്വലൈസേഷൻ. ഇപ്പം നമുക്ക് മനസ്സിലായി ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഒരു കമ്പനി ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡീമ്യൂച്വലൈസേഷൻ. അപ്പോൾ നമ്മൾക്ക് അറിയാം 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ്, ട്രേഡിംഗ്. അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, മ്യൂച്വൽ ആൻഡ് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, പക്ഷെ ഡീമ്യൂച്വലൈസേഷൻ നടക്കുമ്പോൾ അത് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിട്ട് മാറും. ഇനി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമുക്ക് പല രീതിയിൽ ഡീമ്യൂച്വലൈസേഷൻ നടത്താനായിട്ട് പറ്റും. അതിൽ ആദ്യത്തേതാണ് സ്പ്ലിറ്റ് ദ മെമ്പേഴ്സ് ഇൻ ടു പാർട്സ്. 2 പാർട്സ്, 2 പാർട്സ് ആയിട്ട് അതിൻ്റെ മെമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഡീമ്യൂച്വലൈസേഷന്. അപ്പോൾ 2 പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ട്രേഡിംഗ് റൈറ്റ്സും രണ്ടാമത്തേത് ഓണർഷിപ്പും ആയിരിക്കും. അത് നമുക്ക് ആ ഡിസൈഡ് റേഷ്യോയിൽ ട്രേഡിംഗ് റൈറ്റ്സ് ആയിട്ടും ഓണർഷിപ്പുമായിട്ടും ഉള്ള മെമ്പേഴ്സിനെ തിരിക്കാനായിട്ട് പറ്റും. The ownership right is then further split into a number of shares that the total value which would be equal to net assets of the exchange at book value. അപ്പോൾ ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് വാല്യൂവിലുള്ള, അതായത് ഇത് ഡീമ്യൂച്വലൈസേഷൻ നടക്കുമ്പോൾ നെറ്റ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ അതായിട്ടുള്ള ഈക്വൽ ഷെയർസ് ആയിരിക്കും ഓണർഷിപ്പ് റൈറ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ the shares would then be distributed to the members of the exchange and could even be listed on that exchange without making a public offer. അപ്പോൾ അവർക്ക് ആ എക്സ്ചേഞ്ചിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈവൻ വിത്തൗട്ട് എ പബ്ലിക് ഓഫർ. അപ്പോൾ പബ്ലിക് ഓഫർ ഇല്ലാതെ തന്നെ അവർക്ക് അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യുന്ന കമ്പനീസിന് ഒന്നില്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസ് ആവാം, അതല്ലെങ്കിൽ ക്ലോസ്ലി ഹെൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആവാമെന്ന്. ഇനി this means that while retaining his trading rights, a broker would be able to sell his ownership rights through sale of his shares. അപ്പോൾ ട്രേഡിംഗ് റൈറ്റ്സ് റിറ്റെയിൻ ചെയ്യുക, അതിന് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു, ഓണർഷിപ്പും ട്രേഡിംഗ് റൈറ്റ്സും. അപ്പോൾ ഓണർഷിപ്പുകാർക്ക് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ട്രേഡിംഗ് റൈറ്റ്സ് ഉള്ള ബ്രോക്കേഴ്സിനാണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർസ് വിൽക്കാം. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് വിൽക്കാം, ഓണർഷിപ്പ് റൈറ്റ്സ് വിൽക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അവർക്ക് ട്രേഡിങ്ങിൽ മാത്രമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സം ടോട്ടൽ വരുന്ന കാര്യം. അപ്പോൾ ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു കമ്പനി ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഓണർഷിപ്പിനെയും ട്രേഡിംഗ് റൈറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പേഴ്സണൽ ഗെയിൻസിന് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പെർഫോമൻസ് ഒന്നും ബ്രോക്കേഴ്സ് മിസ്യൂസ് ചെയ്യില്ല. കാരണം ഇവിടെ ആ ഓണർഷിപ്പിനെയും ട്രേഡിംഗ് റൈറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്തു. സോ ഓണേഴ്സ് തന്നെയാണ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ വില കൂട്ടി കാണിക്കും, അവർ സ്പെക്കുലേഷൻ നടത്തും. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ മെത്തേഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ഡെസിഷൻ എടുക്കാനും പിന്നെ ഫിനാൻസിന് ഒരു ഈസി ആക്സസ് കിട്ടാനൊക്കെ ഡീമ്യൂച്വലൈസേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതിന് മോർ ഓവർ ഇറ്റ് ഗീവ്സ് പ്രോഫിറ്റ് ഉണ്ടാവുന്നു. മറ്റേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ഇപ്പോൾ ഇത് പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് മാറാം. പിന്നെ ഡീമ്യൂച്വലൈസേഷൻ നടക്കുമ്പോൾ ഒരുപാട് റിസോഴ്സസിലേക്കുള്ള ഒരു ആക്സസിബിലിറ്റി കൂടുന്നുണ്ടെന്നും കൂടെ പറയുന്നു. സോ അതൊക്കെയാണ് ഡീമ്യൂച്വലൈസേഷൻ്റെ ബെനിഫിറ്റ്സ്. ഇനി ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യയിൽ 18th സെഞ്ച്വറിയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് 1877 പിന്നെ അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു 1894. പിന്നെ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908. പിന്നെ BSEനാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിനുശേഷം വന്നതാണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നവംബർ 1992 വന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് BSEയും NSEയും. രണ്ടും നമുക്ക് നിഫ്റ്റി സെൻസസ് ഒക്കെ നമ്മൾ ഡെയിലി നോക്കണമാണ്. വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും നമ്മൾ അതുപോലെ മെഷറബിൾ ആയിട്ട് മെഷർ ചെയ്ത് കൺട്രിയുടെ ഇക്കോണമീനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെയും കമ്പയർ ചെയ്യുക. ഈ സെൻസസും നിഫ്റ്റിയും മാത്രം എടുത്തിട്ടാണ്. വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സുകളൊന്നും നമ്മൾ പറയാറില്ല. ഇനി NSEനെ സംബന്ധിച്ച് അതിന് നേഷൻ വൈഡ് ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഫാർ എഫിഷ്യൻറ്റ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിസ്റ്റം NSEക്ക് ഉണ്ട്. പിന്നെ മുംബൈയിലാണ് സെൻട്രൽ ഓഫീസ്. പിന്നെ എല്ലായിടത്തും സാറ്റലൈറ്റ്, അതായത് അതിൻ്റെ ചെറിയ സെഷൻസും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 24 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 2 വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്. അത് ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ആണുള്ളത്. പിന്നെ 21 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ നമുക്ക് 15 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് മാത്രമേ പെർമനൻറ്റ് റെക്കഗ്നൈസേഷൻ ഉള്ളതായിട്ട് വരുന്നുള്ളൂ. സോ അതൊക്കെയാണ് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ പറയുന്നത്. ഇനി മാനേജ്മെൻ്റ് ആണ്. ഓൺലി റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാൻ വർക്ക് ഇൻ ഇന്ത്യ. നമുക്കറിയാം റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇന്ത്യയിൽ. ആ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് നേച്ചർ ഉണ്ടാവും, ടെമ്പററി നേച്ചറും ഉണ്ടാവും. ഇനി the constitution of the stock exchange, its administration and orderly regulations are regulated and controlled by Securities Contract Regulation Act 1956. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനും റെഗുലേഷനും കൺട്രോളും എല്ലാം സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് ആണ് ചെയ്യുന്നത്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു സൂപ്പർവിഷനും കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വളർച്ച നല്ല രസം എന്ന് പറയുന്ന നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ സെയിം ഇവിടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുകളിൽ ആരുണ്ട്? ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷനും കൺട്രോളും ഉണ്ട്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് ആക്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലെ എല്ലാ അഫയേഴ്സിലും ഇൻക്ലൂഡ് ആവാനായിട്ട് അതിനെക്കുറിച്ച് എൻക്വയറി നടത്താനായിട്ടുള്ള ഒരു റൈറ്റ് ഈ ആക്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആയ സെബി വഴിയാണ്. ആൻഡ് നമ്മളിനി അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. The management of the stock exchange is vested with a group of persons known as governing body or committee of management. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഗവർണിംഗ് ബോഡി അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഈ ഗവർണിംഗ് ബോഡിയിൽ ഇലക്റ്റഡ് മെമ്പർ ഡയറക്ടേഴ്സ്, അതായത് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് ബ്രോക്കർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെബിയുടെ നോമിനീസ് ഉണ്ടായിരിക്കും. സോ ആരൊക്കെയാണുള്ളത്? ഗവർണിംഗ് ബോഡിയിൽ ഡയറക്ടേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കർ മെമ്പേഴ്സ്, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് നോമിനീസ് ഓഫ് ദ ഗവൺമെൻറ്. ഇത്ര ആൾക്കാരാണ് ഉണ്ടാവുക. ഇനി
The government has power to nominate presidents and vice presidents of the stock exchange. അപ്പോൾ ഗവൺമെന്റിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രസിഡന്റ് ആരാണ്, വൈസ് പ്രസിഡന്റ് ആരാണെന്നൊക്കെ തീരുമാനിക്കാനുള്ള പവർ ഉണ്ടാകും. The government has also power to approve the appointment of chief executive and public representative. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനെയും പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ അപ്രൂവ് ചെയ്യാൻ അവരുടെ പവറൊക്കെ അവരെ അപ്രൂവ് ചെയ്യാനായിട്ട് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ആരുടെ കയ്യിലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ട്. ഇനി the day-to-day administration of the exchange is vested with an executive director. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യാനായിട്ടുള്ള അധികാരം. അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്റ്റഡ് ബൈ ദ ഗവർണിംഗ് ബോഡി. ഗവർണിംഗ് ബോഡിയുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാനും ഗവൺമെന്റിന് അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ദ ഗവർണിംഗ് ബോഡി ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ആ ഗവർണിംഗ് ബോഡി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. അവരാണ് ബൈലോസും അതുപോലെ തന്നെ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കുക ഗവൺമെൻറ്റും സെബിയും പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കും. ഇനി വേറൊരു വർക്കിംഗ് കമ്മിറ്റിയും കൂടെ അവിടെ ഉണ്ട്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ട്രേഡിംഗ് ആർ ഡൺ ത്രൂ എ നമ്പർ ഓഫ് വർക്കിംഗ് കമ്മിറ്റീസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡേ-ടു-ഡേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ട്രേഡൊക്കെ റെഗുലേറ്റ് ചെയ്യാനും വർക്കിംഗ് കമ്മിറ്റീസ് അവിടെ ഉണ്ട്. ഒരുപാട് വർക്കിംഗ് കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ ദ ഗവർണിംഗ് ബോഡി ഹാസ് ദ പവർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ലൈക്ക് ഗവർണിംഗ് ബോഡിക്ക് ഈ താഴെ പറയുന്ന കമ്മിറ്റീസൊക്കെ രൂപീകരിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ലിസ്റ്റിംഗ് കമ്മിറ്റി, അട്രിബ്യൂഷൻ കമ്മിറ്റി, ഡിഫോൾട്ടേഴ്സ് കമ്മിറ്റി എക്സെട്ര. അപ്പോൾ അങ്ങനെ കുറച്ച് കമ്മിറ്റീസ് നമുക്കറിയാം. അഡ്മിനിസ്ട്രേഷനും റെഗുലേഷൻ, ട്രേഡിൻ്റെ റെഗുലേഷനൊക്കെ തീരുമാനിക്കുന്നത് വേരിയസ് കമ്മിറ്റീസാണ്, വർക്കിംഗ് കമ്മിറ്റീസാണ്. അപ്പോൾ അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോ മെമ്പേഴ്സിൻ്റെ പവേഴ്സ്, അവരുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും, ഒരു ഡിസ്പ്യൂട്ട് വന്നു, ഒരു കോൺഫ്ലിക്റ്റ് വന്നു, എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിലുള്ള കമ്മിറ്റീസും കാര്യങ്ങളുമാണ്. പിന്നെ അവരുടെ മേജർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇൻവെസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരു ഗവർണിംഗ് ബോഡി ഉണ്ടായിരിക്കും. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സൂപ്പർവിഷനിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ പറയേണ്ടത് സെബിയും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഗവർണിംഗ് ബോഡി ഉണ്ടായിരിക്കും. ഗവർണിംഗ് ബോഡിയിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്, നോമിനീസ് ഓഫ് ഗവൺമെൻറ്, ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ്, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ്, അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഇതൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സുപ്രീം അതോറിറ്റി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗവർണിംഗ് ബോഡി ആണ്. സെബിയുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഈ ഗവർണിംഗ് ബോഡി ബൈലോസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് കൂടാണ്ട് അഡ്മിനിസ്ട്രേഷനും ട്രേഡിംഗ് റെഗുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വർക്കിംഗ് കമ്മിറ്റീസും കൂടെ ഉണ്ട്. സം ടോട്ടൽ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് അതും കൂടെ ചേർക്കാം. ഇനി മെമ്പർഷിപ്പിൻ്റെ കാര്യമാണ്. മെമ്പർഷിപ്പിൽ പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പെർമിറ്റ്സ് ഓൺലി ഇറ്റ്സ് മെമ്പേഴ്സ് ടു ട്രാൻസാക്ട് ബിസിനസ് ഇൻ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടത്താനുള്ള അധികാരം കൊടുക്കുന്നുള്ളൂ. ഇനി എവറി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് റിലേറ്റിംഗ് ടു അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഓരോ മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യുന്നതിന് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അവരുടേതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻ ഇൻഡിവിജ്വൽ, എ പാർട്ണർഷിപ്പ് ഫേം, എ കമ്പനി സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെമ്പേഴ്സ് ആവാൻ പറ്റുക ഇൻഡിവിജ്വലിനും പാർട്ണർഷിപ്പ് ഫേമിനും കമ്പനി അണ്ടർ കണ്ടീഷനും അവർക്കാണ് പറ്റുന്നത്. ഇനി കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർ ആവണമെങ്കിൽ. ആദ്യത്തത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തത് 21 ഇയേഴ്സിനേക്കാളും താഴെ ആവാൻ പാടില്ല. മൂന്നാമത്തത് എന്തെങ്കിലും ബാങ്കിൽ തിരിമറി നടത്തിയെന്നോ അല്ലെങ്കിൽ പാപ്പരായിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിസോണസ്റ്റി, ഫ്രോഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരാവാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു തരത്തിലും ഒരു ബ്ലാക്ക് മാർക്കുള്ള ആൾക്കാരാവാനായിട്ട് പാടില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബിസിനസ്സോ എംപ്ലോയ്മെൻറ്റോ
അതൊന്നും ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല എക്സെപ്റ്റ് ആസ് ആൻ ഏജന്റ് ഓഫ് ദ ബ്രോക്കർ. ആൻഡ് ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്താക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിഫോൾട്ട് കാണിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊന്നും മെമ്പേഴ്സ് ആവാനും പറ്റില്ല. അപ്പോൾ 5 പോയിൻ്റേ ഉള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആവണം, മോർ ദാൻ 21 ഇയേഴ്സ് ആയിരിക്കണം, ഒരു തരത്തിലും ബ്ലാക്ക് മാർക്കുള്ള ആളാവരുത്, വേറെ ജോലിക്കും ബിസിനസ്സും ചെയ്യുന്ന ആളാവരുത്. മീൻസ് വേറെ ബിസിനസ്സോ ജോലിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർ ആവാൻ പറ്റില്ല എന്നർത്ഥം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്താക്കിയിട്ടുള്ള ആൾക്കാർക്കും ഡിഫോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. സോ ബൈ ദസ് റിക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള പോർഷൻ തീരാണ്. ഇനി നമ്മൾ അടുത്തത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.